ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളിലായി പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായങ്ങളാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. ഈ പുത്തൻ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായമാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം പല ഉപവിഭാഗങ്ങളായി തരംതിരിച്ച് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിലാദ്യത്തേത് 1 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങളാണ്. പ്രധാനമായും ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന വചനഭാഗമാണ് യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കാദ്യം ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. അതിനുശേഷം ഈ വചനത്തിൻ്റെ വ്യാഖ്യാനവും തുടർന്ന് വചനം നമ്മോട് വ്യക്തിപരമായി എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാനായി നമുക്ക് പരിശ്രമിക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം തുറന്ന് 13-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ എന്നോടൊപ്പം എല്ലാവരും ഒന്ന് വായിക്കാവോ? ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു. പെസഹ തിരുനാളിന് മുമ്പ് തന്നെ യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള അവൻ്റെ മണിക്കൂർ വന്നു എന്നറിഞ്ഞു. ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവൻ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോൻ്റെ പുത്രനായ യൂദാസ്കറിയോത്തയുടെ ഉള്ളിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു കച്ചയെടുത്ത് അരയിൽ ചുറ്റി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന കച്ച കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് നീ അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കുകയില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിലെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന വളരെ മനോഹരമായ ഒരു വാഗ്മയ ചിത്രമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ദൈവവചനം യേശു കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെ എന്താണ് കൃത്യതയോടുകൂടെ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായി ശ്രമിക്കുകയാണ്. ഈ വചനത്തിനൊരു പശ്ചാത്തലമുണ്ട്. ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് പെസഹ തിരുനാളിൻ്റെയും അന്ത്യ അത്താഴത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിച്ചു കേട്ട കാര്യമാണ്. 2 പശ്ചാത്തലങ്ങളാണുള്ളത്. 1-ാമത്തേത് പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലം എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രയേൽ ജനങ്ങൾ മോശ എന്ന പ്രവാചകന്റെ നേതൃത്വത്തിൽ യഹോവയാകുന്ന പിതാവായ ദൈവത്താൽ വിമോചിപ്പിക്കപ്പെട്ട് 40 വർഷക്കാലം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം സ്വന്തമാക്കാൻ വേണ്ടി മരുഭൂമിയിലൂടെ യാത്ര തിരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ പെസഹായ്ക്ക് എപ്രകാരമാണ് അവർ ഒരുങ്ങേണ്ടത് എന്ന് വളരെ വ്യക്തമായി അവരെ മോശ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പെസഹ തിരുനാളിൽ അപ്പം ഭക്ഷിച്ചതിന് ശേഷം, പുളിക്കാത്ത അപ്പം ഭക്ഷിച്ചതിന് ശേഷമാണ് അവർ യാത്ര ആരംഭിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചു വച്ചിരിക്കുന്ന മാവ് പുളിക്കുന്നതിന് മുൻപ് തന്നെ തലേന്നു രാത്രി ദൈവമായ കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങളോട് അരുളി ചെയ്യുകയാണ്, മാവ് പുളിപ്പിച്ച് അപ്പം ഉണ്ടാക്കാനായി കാത്തു നിൽക്കാതെ കുഴച്ചു വച്ചിരിക്കുന്ന മാവെടുത്ത് പുളിക്കാത്ത അപ്പം ഉണ്ടാക്കി കഴിച്ച് നിങ്ങൾ യാത്ര പുറപ്പെടുക. ഇതൊരു തീർത്ഥാടനമാണ്. 40 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടനത്തിന് വേണ്ടി ദൈവജനത്തെ ഒരുക്കുകയാണ് യഹോവ ദൈവം മോശ എന്ന പ്രവാചകനിലൂടെ. സഹോദരങ്ങൾ, ഇതാണ് ആദ്യത്തെ പശ്ചാത്തലം എന്ന് പറയുക. ഈ പശ്ചാത്തലത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പെസഹ തിരുനാൾ ആഘോഷം കാലാകാലങ്ങളായി കത്തോലിക്ക ഭവനങ്ങളിൽ നടക്കുന്നത്. ദേവാലയത്തിൽ പെസഹായുടെ തിരുക്കർമ്മങ്ങളും ശുശ്രൂഷകളും നടക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. 2-ാമത്തേത് അന്ത്യ അത്താഴത്തിൻ്റെ പശ്ചാത്തലമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് താൻ കുരിശിലേറാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരായ 12 പേരെ അടുത്ത് വിളിച്ചുകൂട്ടി അവരോടൊപ്പം മരിക്കുന്നതിന് മുൻപ് അത്താഴം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതാണ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ 2 പശ്ചാത്തലങ്ങളിലാണ് കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് എന്ന് ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അന്ത്യത്താഴം നടന്ന ദിവസത്തെ സംബന്ധിച്ച് യോഹന്നാനും സമാന്തര സുവിശേഷകന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ബൈബിളിനെ ശാസ്ത്രീയമായി പഠിക്കുന്നവർ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ 4-ാം സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ അല്ല സമാന്തര സുവിശേഷകന്മാർ ഈ അത്താഴത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകട്ടെ. എന്നാൽ പാദക്ഷാളനം എന്നുള്ളത് യോഹന്നാൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളതും സമാന്തര സുവിശേഷകന്മാരായ മത്തായിയോ മർക്കോസോ ലൂക്കായോ യേശു കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഭാഗം എഴുതിയിട്ടില്ല അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഇത് യോഹന്നാൻ്റെ മാത്രം യുണീക്ക് കോൺട്രിബ്യൂഷനാണ് എന്നുള്ളതും സഹോദരങ്ങളെ ഓർമ്മയിലുണ്ടാകണം. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷ വിവരണമാണ് ചരിത്രത്തോട് വിശ്വസ്തത പുലർത്തുന്നത് എന്നതാണ് എൻ്റെ ഒരു വാദം.
അത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി ഞാൻ പറയുന്നൊരു കാര്യം മാത്രമല്ല. സുവിശേഷങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് സുവിശേഷങ്ങളൊന്നും ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയല്ല, മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകരമായ ചരിത്രത്തെ ദൈവജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ട ദൈവനിവേശിതമായ ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ ബൈബിൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സമാന്തര സുവിശേഷങ്ങൾക്കില്ലാത്ത ഒരു പ്രിസിഷൻ, ചരിത്രപരമായ ഒരു വ്യക്തത നാലാം സുവിശേഷകനായ യോഹന്നാൻ ഈ ഭാഗത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സമാന്തര സുവിശേഷ വീക്ഷണമനുസരിച്ച് ഈശോയുടെ അറസ്റ്റും വിചാരണയും മരണവും 6 മണിക്കൂറിനുള്ളിൽ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെയോ മർക്കോസിൻ്റെ സുവിശേഷത്തിലെയോ ലൂക്കായുടെ സുവിശേഷത്തിലെയോ കർത്താവിൻ്റെ അറസ്റ്റിനെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന അവസാന ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യതയോടുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം 6 മണിക്കൂർ കൊണ്ട് കർത്താവിൻ്റെ അറസ്റ്റും അതുപോലെ തന്നെ കർത്താവിൻ്റെ ക്രൂശീകരണവും സംഭവിച്ചു എന്ന രീതിയിലാണ് സമാന്തര സുവിശേഷകന്മാർ, സിനോപ്റ്റിക് ഗോസ്പൽ റൈറ്റേഴ്സ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ മരണത്തിന് മുമ്പ് ഈശോ 5 പ്രാവശ്യമെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സുവിശേഷകന്മാർ നമ്മോട് പറയുന്ന കാര്യം. 5 തവണ ഈശോ വിചാരണയ്ക്ക് വിധേയനായി. ആ 5 കാര്യങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. ഏതൊക്കെ സമയത്ത് ആരുടെയൊക്കെ മുൻപിലാണ് യേശു കർത്താവ് വിചാരണ ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായി ഈ സ്ക്രീനിൽ ഞാൻ 5 പ്രത്യേകമായ നമ്പറുകൾ ഇട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമതായി നമ്മൾ കാണുന്നത് പ്രധാന പുരോഹിതനായ അന്നാസിൻ്റെ മുമ്പിൽ കർത്താവ് വിചാരണയ്ക്ക് വിധേയനായി എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിലും 19-ാം തിരുവചനത്തിലും നമ്മൾ വായിക്കുന്ന കാര്യമാണ്. പ്രധാന പുരോഹിതനായ അന്നാസിൻ്റെ മുമ്പിൽ കർത്താവ് വിചാരണയ്ക്ക് വിധേയനാകുന്നതാണ് ഒന്നാമത്തെ വിചാരണ എന്ന് പറയുക. രണ്ടാമതായി നമുക്ക് കാണാം കയ്യഫാസിൻ്റെ മുമ്പിൽ കർത്താവ് വിചാരണയ്ക്ക് വിധേയനായി എന്ന് എഴുതി വച്ചിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷകൻ. മൂന്നാമതായി നമ്മൾ കാണുന്നത് പീലാത്തോസിൻ്റെ മുൻപിൽ കർത്താവ് വിചാരണയ്ക്ക് വിധേയനായി എന്നുള്ളതാണ്. കയ്യഫാസിൻ്റെ മുൻപിൽ 18-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനത്തിലും പീലാത്തോസിൻ്റെ മുൻപിൽ 18-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 38 വരെയുള്ള വചനങ്ങളിലും കർത്താവ് വിചാരണയ്ക്ക് വിധേയനാകുന്നുണ്ട്. നാലാമതായി നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഹെറോദേസിൻ്റെ മുമ്പിൽ കർത്താവ് വിചാരണയ്ക്ക് വിധേയനാകുന്നു എന്ന് സമാന്തര സുവിശേഷകനായ ലൂക്ക 23-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവസാനം 5-ാമതായി പീലാത്തോസിൻ്റെ മുൻപിൽ കർത്താവ് 2-ാം പ്രാവശ്യവും വിചാരണയ്ക്ക് വിധേയനായി എന്ന് ലൂക്ക 23-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതും സഹോദരങ്ങളെ കർത്താവ് 5 തവണ 4 വ്യത്യസ്തരായ വ്യക്തികളുടെ മുൻപിൽ വിചാരണയ്ക്കായി നിന്നുകൊടുക്കുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിന് ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നീതി ലഭിക്കാതെ പോകുന്നതിനെക്കുറിച്ച് 5 വിചാരണകൾക്ക് വിധേയനായിട്ടും നീതി ലഭിക്കാതെ അന്യായമായി തൂക്കുമരണത്തിന് വിധിക്കപ്പെട്ടവനാണ് കർത്താവെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിൽ 2 തവണ പീലാത്തോസിൻ്റെ മുമ്പിലാണ് കർത്താവ് വിചാരണ ചെയ്യപ്പെടുന്നത്. അതിനു മുൻപ് അന്നാസിൻ്റെയും കയ്യപ്പാസിൻ്റെയും ഹെറോദേസിൻ്റെയും മുമ്പിൽ വിചാരണയ്ക്ക് കർത്താവ് വിധേയനായി എന്ന് ബൈബിൾ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിലായി നടത്തപ്പെട്ട ഈ വിചാരണകളെല്ലാം 6 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചു എന്ന് കരുതുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സുവിശേഷകന്റെ വിവരണമാണ് ചരിത്രത്തോട് കൂടുതൽ നീതി പുലർത്തുന്നത് എന്ന്, ദൈവശാസ്ത്രപരമായി കൂടുതൽ അർത്ഥം നൽകുന്നത് എന്നും ഞാൻ നിങ്ങളോട് ആമുഖമായി സൂചിപ്പിച്ചത്. കാരണം 5 വ്യത്യസ്തങ്ങളായ വിചാരണകൾ പല സ്ഥലങ്ങളിലായി 6 മണിക്കൂറിനുള്ളിൽ ഇത് നടക്കുന്നതേ
നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് വേൾഡിലല്ല എന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുപോലെയുള്ള വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലല്ല കർത്താവിൻ്റെ വിചാരണ നടക്കുന്നത് എന്നുള്ളതും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്രകാരം ഒരു കാലഘട്ടത്തിൽ 6 മണിക്കൂർ സമയം കൊണ്ട് 5 വിചാരണകൾ പൂർത്തിയാക്കി കർത്താവ് കുരിശിൽ മരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുള്ളതും ചരിത്രത്തോട് ഒരുപക്ഷെ നീതിപൂർവകമല്ലാത്തതുമായ ഒരു രേഖയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ്റെ സുവിശേഷം 6 മണിക്കൂർ കൊണ്ടല്ല, മറിച്ച് ദിവസങ്ങളെടുത്തുള്ള ഇപ്രകാരമുള്ള ഒരു വിചാരണയെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായും പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ അന്ത്യ അത്താഴം ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മളിന്ന് വായിച്ചു കേട്ട വചനത്തിൻ്റെ ആദ്യ 2 വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകൻ 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ത്യത്താഴം സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നു. സഹോദരങ്ങളെ, ഖുമ്രാൻ കലണ്ടർ ആണ് യോഹന്നാൻ ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഇപ്രകാരം ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് വിവരിക്കാൻ കാരണമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഖുമ്രാൻ കലണ്ടർ എന്ന പേരിൽ ഖുമ്രാൻ കമ്മ്യൂണിറ്റി എന്ന ഒരു സമൂഹം വിശ്വാസികളായി ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിലായി ദൈവത്തിനെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച്, പ്രധാനമായും ഹീബ്രു ബൈബിളിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ആ കാലത്ത് വ്യാപകമായി നടന്നിരുന്നുവെന്നും അപ്രകാരം പഠിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് ഖുമ്രാൻ എന്ന് വിളിച്ചിരുന്നത് എന്നും ഈ ഖുമ്രാൻ സമൂഹത്തിന് അവരുടേതായ ഒരു കലണ്ടർ ഉണ്ടായിരുന്നുവെന്നും അത് അനുസരിച്ചാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷ രചന നടത്തിയത് എന്നുമാണ് ബൈബിൾ പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത്. ഖുമ്രാൻ സമൂഹത്തിലെ ഒരംഗമായിരുന്ന യോഹന്നാൻ മാന്താനയുടെ ശിഷ്യനായിരുന്നു യോഹന്നാൻ സുവിശേഷകൻ എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ അഥവാ യോഹന്നാൻ മാന്താന ഖുമ്രാൻ സമൂഹത്തിലെ ഒരംഗമായിരുന്നു എന്നും അദ്ദേഹത്തെയാണ് കർത്താവിന് രക്ഷകന് വഴിയൊരുക്കാൻ വേണ്ടി ദൈവം വിളിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്രകാരം ഖുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ അംഗമായിരുന്ന സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു സുവിശേഷകനായ യോഹന്നാൻ എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും രചനകളിലും തെളിഞ്ഞു നിൽക്കുന്നതായി സുവിശേഷത്തിൻ്റെ ലിറ്റററി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സാഹിത്യ ഘടന വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഖുമ്രാൻ സാഹിത്യ ശൈലി സുവിശേഷ രചനയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലസ്തീനിയൻ കലണ്ടറിനേക്കാൾ 2 ദിവസം മുമ്പാണ് ഖുമ്രാൻ കലണ്ടർ അനുസരിച്ചുള്ള പെസഹ ആഘോഷം നടന്നത് എന്നുള്ളതാണ് യോഹന്നാൻ്റെ പ്രിസിഷൻ ഖുമ്രാൻ കലണ്ടർ അനുസരിച്ചാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കാരണം. പാലസ്തീനയിൽ നിലവിലുണ്ടായിരുന്ന ഒരു കലണ്ടറുണ്ട്. എന്നാൽ അതിൽ നിന്നും 2 ദിവസങ്ങൾ മുമ്പ് ഖുമ്രാൻ കലണ്ടർ അനുസരിച്ചുള്ള പെസഹ ആഘോഷമാണ് യേശു കർത്താവ് നടത്തിയത് എന്നും അവിടെയാണ് അന്ത്യത്താഴം നടത്തിയത് എന്നും യോഹന്നാൻ്റെ സുവിശേഷ രചനയോടനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 4-ാം സുവിശേഷത്തിലെ യോഹന്നാൻ ശ്ലീഹായുടെ വിവരണത്തിൽ ഖുമ്രാൻ കലണ്ടർ അനുസരിച്ചുള്ള പെസഹ ആഘോഷമാണ് ഈശോയുടെ അന്ത്യ അത്താഴ പശ്ചാത്തലമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നതും ഈ 20 വാക്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ആമുഖമായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഈ വചനത്തിൻ്റെ കൃത്യമായ വ്യാഖ്യാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പെസഹായുടെ പശ്ചാത്തലത്തിൽ അന്ത്യ അത്താഴം ക്രമീകരിക്കുന്നതിലൂടെ കർത്താവ് ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്, ആ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈശോ യോഹന്നാനെ സംബന്ധിച്ച്
ആരാണ് എന്നുള്ള വെളിപ്പെടുത്തൽ 13-ാം അധ്യായം നടത്തുന്നുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ഞാൻ ഈ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലവാചകം ഈശോ പെസഹ കുഞ്ഞാട് എന്നാണ്. ഈശോ തന്നെ ബലിവസ്തുവായി ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന, പെസഹായിൽ അറക്കപ്പെടുന്ന കുഞ്ഞാടായി യേശു കർത്താവ് തന്നെ പിതാവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന ഭാഗമാണ് പെസഹ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന അന്ത്യ അത്താഴം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ടൈറ്റിൽ, തലവാചകൻ ഞാൻ ഈ വചനഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. ഈശോ ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാടാണ്. സമാന്തര സുവിശേഷങ്ങളുടെ വിവരണമനുസരിച്ച് നീസാൻ മാസം 14-ാം തീയതി പെസഹ തിരുനാളിലായിരുന്നു ഈശോയുടെ അന്ത്യ അത്താഴം എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസിൻ്റെ ഒരു വേർഷനാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്. നീസാൻ മാസം 14-ാം തീയതി അന്ത്യ അത്താഴം നടന്നു എന്ന അനുമാനത്തിലാണ് സമാന്തര സുവിശേഷകന്മാരെത്തുന്നത്. പിറ്റേ ദിവസം, അതായത് ദുഃഖവെള്ളിയാഴ്ച, ഈശോ കുരിശിലേറ്റപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്നാൽ യോഹന്നാൻ സുവിശേഷകന്റെ വിവരണമനുസരിച്ച് നീസാൻ മാസം 14-ാം തീയതി പെസഹ തിരുനാളിൽ പെസഹ കുഞ്ഞാട് ദേവാലയത്തിൽ കൊല്ലപ്പെടുന്ന സമയത്ത് ഈശോ കുരിശിൽ മരിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു വ്യത്യസ്തമായ ആശയത്തിൻ്റെ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ വീക്ഷണഗതികളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. യോഹന്നാൻ സുവിശേഷകന്റെ വിവരണമനുസരിച്ച് നീസാൻ മാസം 14-ാം തീയതിയാണ് പെസഹ തിരുനാൾ. ആ പെസഹ തിരുനാൾ ദിവസം തന്നെ പെസഹ കുഞ്ഞാടായ യേശു കർത്താവ് ദേവാലയത്തിൽ കൊല്ലപ്പെടുന്ന, പെസഹ കുഞ്ഞാട് ദേവാലയത്തിൽ കൊല്ലപ്പെടുന്ന സമയം തന്നെ യേശു കർത്താവ് കാൽവരി കുരിശിൽ മരിക്കുന്നു എന്നുള്ള ഒരു കമ്പാരിറ്റീവ് വിവരണമാണ് യോഹന്നാൻ സുവിശേഷകന്റെ പ്രത്യേകതയായി ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹായുടെ ദൈവശാസ്ത്ര വീക്ഷണം ഈ അവതരണത്തിന് പശ്ചാത്തലം ഒരുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈശോയാണ് പെസഹ കുഞ്ഞാട് എന്ന് ശ്ലീഹ വ്യക്തമാക്കുകയാണ്. ഈശോ തന്നെ ബലിയർപ്പകനും ബലിവസ്തുവുമായി തീരുന്ന മനോഹരമായ ഒരു വിവരണമാണ് യോഹന്നാൻ സുവിശേഷകന്റെ സാഹിത്യ രചനയുടെ ഒരു സിഗ്നിഫിക്കൻസ്, പ്രത്യേകത എന്ന് പറയുന്നത്. ഈശോ തന്നെ പിതാവിൻ്റെ മുൻപിൽ പെസഹ കുഞ്ഞാടായി സമർപ്പിക്കുന്നതാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം. ഈശോ പെസഹ കുഞ്ഞാടാണെന്ന് കാണിക്കുവാൻ മറ്റ് 2 സൂചനകൾ കൂടി പീഡാനുഭവ വിവരണത്തിൽ യോഹന്നാൻ സുവിശേഷകൻ നൽകുന്നുണ്ട് എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് ഓർമ്മിക്കാവുന്ന കാര്യമാണ്. പീലാത്തോസ് നിർണായകമായ വിധി പ്രസ്താവന നടത്തുന്ന സമയത്തെപ്പറ്റി സുവിശേഷം പറയുന്നത് ഇപ്രകാരമാണ്. നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയും അതിനെക്കുറിച്ച് പ്രസ്താവമുണ്ട്. എന്നാൽ 19-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിലും കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു, അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറുമായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് ആ വചനം എഴുതപ്പെട്ടതായി കാണുന്നത്. യോഹന്നാൻ 19:14, അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു, അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ അന്ന് പെസഹായുടെ ഒരുക്കത്തിന് വേണ്ടിയുള്ള ദിവസമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയും അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു എന്നുമുള്ള കൃത്യമായ ഒരു സമയക്ലിപ്തത യോഹന്നാൻ സുവിശേഷകന്റെ വിവരണത്തിൻ്റെ പ്രത്യേകതയായി, ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരു വചനഭാഗമായി ഒരുപക്ഷെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതായത് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ജനത്തിൻ്റെ രക്ഷാകരമായ കടന്നുപോകലിനു വേണ്ടി പെസഹ കുഞ്ഞാടുകൾ കൊല്ലപ്പെടുന്ന ദിവസവും സമയത്തുമാണ് പുതിയ പെസഹ കുഞ്ഞാടായ മിശിഹ അറക്കപ്പെടുന്നത്,
കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൈവജനത്തിൻ്റെ രക്ഷാകരമായ കടന്നുപോകൽ, അതാണല്ലോ പെസഹായുടെ പശ്ചാത്തലത്തിൽ ഒരുക്കപ്പെട്ടിരുന്ന യഹോവ ദൈവം ഇസ്രയേൽ ജനങ്ങളെ ഈജിപ്തിൽ നിന്നും വിമോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് തന്നെ പെസഹാ കുഞ്ഞാടായ യേശു കർത്താവ് കൊല്ലപ്പെടുന്നതായി യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇതിനൊരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ സുവിശേഷകൻ്റെ ഈ രചനയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് സമാന്തര സുവിശേഷകന്മാരിൽ നിന്നും വ്യത്യസ്തമായി ചരിത്രത്തോട് കൂടുതൽ നീതി പുലർത്തുന്ന തരത്തിൽ തൻ്റെ സുവിശേഷ രചന 13-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ പെസഹ ആചരണവും അന്ത്യ അത്താഴവുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ 4-ാം സുവിശേഷകൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ ഈ ഭാഗം പഠിക്കാനായി ആകർഷിക്കുന്ന ഒരു കാര്യമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ വചനത്തിൻ്റെ തുടർന്നുള്ള വിവരണം അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. വീണ്ടും കാണും വരെയും പെസഹ കുഞ്ഞാടായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.